സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. പാലക്കാട് വീട് വീണ് അമ്മയും മകനും മരിച്ച വാർത്ത 2 ദിവസം മുൻപ് കേട്ടപ്പോൾ ചേലക്കര കളപ്പാറ പുൽപ്പറമ്പിൽ വീട്ടിൽ കൗസല്യയ്ക്കും മോഹനനും വയറ്റിൽ തീയാണ്. മഴയിൽ വീണ വീട്ടിൽ അന്തിയുറങ്ങാൻ തുടങ്ങിയിട്ട് 1 മാസം പിന്നിട്ടു. ആരും തിരിഞ്ഞു നോക്കാനാവാത്ത അവസ്ഥയിൽ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ പ്രാരാബ്ധ ജന്മങ്ങളായ വൃദ്ധ ദമ്പതികൾ. മഴയിൽ വീടിടിഞ്ഞു വീണ അമ്മയും മകനും മരിച്ചത്. പാലക്കാട് വീട് തകർന്നു വീണ അമ്മയും മകനും മരിച്ചു. പാലക്കാട് വടക്കഞ്ചേരിയിൽ വീട് തകർന്നു വീണ അമ്മയും മകനും മരിച്ചു. ഈ വാർത്തകളെല്ലാം അധികാരികളുടെ ബധിര കർണപടങ്ങളിലാണ് പതിക്കുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. സമാന സംഭവം ചേലക്കരയിലും ആവർത്തിക്കേണ്ടതായിരുന്നു. തലനാരിഴയ്ക്ക് വലിയൊരു അപകടം ഒഴിവായി എന്ന സമാധാനത്തിലാണെങ്കിലും ഈ വൃദ്ധ ദമ്പതികൾക്ക് തല ചായ്ക്കുവാനുള്ള കൂര നഷ്ടമായിട്ട് 1 മാസത്തോളമായി. അല്ലാതെ വലിയ വീട് വേണം, ജീവിതം വേണമെന്ന് എനിക്കില്ല. മരണം വരെ ഒന്ന് തലചായ്ക്കണ്ടേ. വീടിന്റെ ചുമരുകൾ ഇടിഞ്ഞു നനഞ്ഞ് കുതിർന്ന വീട്ടിലാണ് ഇപ്പോഴും ഇവർ അന്തിയുറങ്ങുന്നത്. ചേലക്കര കളപ്പാറ പുൽപ്പറമ്പിൽ വീട്ടിൽ കൗസലിയും മോഹനനും നേരിടുന്ന ഈ ദുരാവസ്ഥയ്ക്ക് 1 മാസത്തോളം പിന്നിട്ടു. 1 മാസം മുമ്പ് പെയ്ത കനത്ത മഴയിലാണ് തല ചായ്ക്കാനായി ഉണ്ടായിരുന്ന പുരയിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. വീട്ടിനുള്ളിൽ കട്ടിലിൽ ഉറങ്ങുകയായിരുന്ന മോഹനൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വീടിന്റെ പഴക്കം 35 വർഷത്തിന് കൂടുതലായി. തകർച്ച നേരിടുന്ന ചുമരുകൾക്കുള്ളിലാണ് ഈ 2 ജീവനുകൾ കഴിയുന്നത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളാൽ കഴിയുകയാണ് ഗ്രഹനാഥനായ മോഹനൻ. ജീവിത ചെലവിനായി ചെറിയ തൊഴിലുകൾ ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തുന്നത് കൗസല്യയാണ്. 3 മക്കളിൽ ഒരാൾ മരണപ്പെട്ടു. 2 പെൺമക്കളെ വിവാഹം കഴിച്ച് അയച്ചുവെങ്കിലും സാമ്പത്തികമായി അവരും പിന്നോക്കാവസ്ഥയിലാണ്. 1 മാസമായി നേരിടുന്ന ഈ ദുരാവസ്ഥയ്ക്ക് യാതൊരു പ്രതികരണവും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല. ആകെ തകർന്ന് ആകതായി പോയി. ഞങ്ങൾക്ക് ഒരു പെര കയറ്റാനുള്ള കഴിവും സാമ്പത്തികം കഴിവും ഒന്നും ഞങ്ങൾക്ക് ഇല്ല. ജീവിതത്തിന് ആകെ പെൻഷൻ പണം എന്തെങ്കിലും കിട്ടുമ്പോൾ അതുകൊണ്ടാണ് ജീവിതം കഴിയുന്നത്. 5 കൊല്ലമായി ആൾക്ക് അറ്റാക്ക് വന്ന് ആളൊന്നിനും പോകാൻ കഴിയാത്ത ഒരു ഇതിലാണ്. ഞാൻ വല്ല തൊഴിലുറപ്പുണ്ടെങ്കിൽ അതിന് പോയി കിട്ടിയിട്ട് വേണം എൻ്റെ ജീവിതം കഴിയുക. അതിൻ്റെ കൂടെ എൻ്റെ മകളുടെ മൂത്ത മരുമകനാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇരുന്നുണ്ടായിരുന്നത്. അവന് ആക്സിഡൻറ്റ് പറ്റി കാലുകൊണ്ട് വയ്യാതെ കിടക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിനും കൂടി വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ മഴ പെയ്ത് ഈ ചോർന്ന് ഞങ്ങൾ ആകെ അലഞ്ഞു കിടക്കുമ്പോൾ ഭയങ്കര ഒരു വേദന. എനിക്ക് വലിയ വീട് വേണമെന്നൊന്നും ആഗ്രഹമില്ല. എങ്കിലും ഈ മനുഷ്യനെ ഇവിടെ ആക്കിയിട്ട് പോകുമ്പോൾ വളരെ അധികം പേടിയോട് കൂടിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോണത്. വീടിൻ്റെ അടുത്ത വലിയൊരു മരം അതങ്ങനെ. ഈ വീട് എപ്പോൾ തകർന്നു പോകുന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഞങ്ങൾക്ക്. എൻ്റെ മകൻ 3 വർഷമായി ഞങ്ങളോട് കൂടെ പറഞ്ഞ് പോയിട്ട്. അവന് 3 മക്കളുണ്ട്. അവരുടെ വീട്ടിൽ താമസം ഞങ്ങൾ 2 മാത്രം ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയത് എന്തെങ്കിലും വെച്ച് പിടിച്ചിട്ടുകൊണ്ട് ഇരിക്കുന്നു. എവിടെയെങ്കിലും പോവാന്ന് വെച്ചാൽ തന്നെ ആളേനവിടെ ഒറ്റയ്ക്കിട്ട് പോകാനും കഴിയില്ല. എല്ലാവരും കൂടി പോകാനുള്ള സാമ്പത്തികമായുള്ള വീടുകൾ ഞങ്ങൾക്കില്ല. വളരെ വിഷമത്തിലാണ്. ഞാൻ ഈ വീടിന് വേണ്ടി പഞ്ചായത്തിൽ കൊടുത്തു, പഴയൊരു ബ്ലോക്കിൽ ഞാൻ കൊടുത്തു. അവിടെ ഇടിഞ്ഞതിന് ശേഷം ഞാൻ കലക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേരള തഹസിൽ ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഞാൻ കൊടുത്തു. എനിക്ക് എവിടുന്നും ഒന്നും ഇന്നത്തെ വരെ ലഭിച്ചിട്ടില്ല. അവർ റിട്ടേൺ വരും കാർഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാൻ നടപടി നടത്താമെന്ന് പറയുന്നതല്ലാതെ ഇന്നത്തെ വരെ ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ ഞങ്ങൾക്ക് വളരെയധികം പേടിയുണ്ട്. എനിക്ക് ജീവനോടൊരു പേടിയില്ല. എന്തെങ്കിലും മരിച്ചു പോക്കോട്ടെ. ഇപ്പോഴും പകുതി വീണ ഈ വീട്ടിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത്.
അടച്ചുറപ്പും സുരക്ഷിതത്വവുമില്ലാതെ ജീവൻ പണയം വെച്ച് കഴിയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. അധികാരികൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ പദ്ധതി, നവകേരള സദസ്സ് എന്നിവയിലെല്ലാം പരാതി ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും യാതൊരു പ്രതിവിധിയും ലഭിച്ചില്ല. ചേലക്കര ഗ്രാമപഞ്ചായത്ത്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, കളക്ടറേറ്റ് എന്നിവിടങ്ങളിലെല്ലാം പരാതിയുമായി കയറിയിറങ്ങിയെങ്കിലും യാതൊരു മാർഗവും ആരും കണ്ടെത്തുന്നില്ല എന്ന സത്യത്തിൽ ജീവിതം എങ്ങനെ തള്ളി നീക്കും എന്ന പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിലാണ് ഇവർ മുന്നോട്ടു പോകുന്നത്. അല്ലാതെ വലിയ വീട് വേണം, ജീവിതം വേണമെന്ന് എനിക്കില്ല. എങ്കിലും ഞങ്ങൾക്ക് ഒന്ന് മരണം വരെ ഒന്ന് തലചായ്ക്കണ്ടേ. അത് ഞങ്ങൾ മരിച്ചു പോയ നിങ്ങൾ ചിലർക്കൊന്ന് വന്ന് കാണാൻ പോലും പറ്റാത്ത നിലയിലാണ് ഞങ്ങളുടെ സ്ഥിതി ഇപ്പോൾ കിടക്കുന്നത്. സാമ്പത്തികമായിട്ട് കഴിയാനുള്ള ഭാഗം ഞങ്ങൾക്ക് ഇല്ല. ഈ പെൻഷൻ പണം കിട്ടുന്നതുകൊണ്ട് അങ്ങോർക്ക് തന്നെ വേണം പൈസ 1000 ചില്ലറ ഉറുപ്പ്യ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കിട്ടിയില്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ. ഈ തൊഴിലുറപ്പിന് പോയി എപ്പോഴെങ്കിലും കിട്ടുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും നന്ദിപൂർവ്വം എല്ലാവരും ഇതൊരു പെര തലചായ്ക്കാനൊന്ന് ഇടം കിട്ടിയാൽ തിരക്കടില്ല എന്ന് മാത്രം. അല്ലാതെ വലിയ ഇതിനൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇവരൊക്കെയും പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും സാധിപ്പിച്ച് തന്നിട്ടില്ല. ബാത്റൂമിൽ ഒന്ന് ഇറങ്ങി പോകണമെങ്കിൽ പോലും ബാത്റൂമിൽ എപ്പോൾ ഇടിഞ്ഞു വീഴും പറഞ്ഞിട്ട് അവിടെ അതും നിൽക്കണത്. ഇത്രയും വർഷം ഞങ്ങൾ ഈ പെരയും കയറ്റി മക്കളുടെ ഓരോ ചെലവും കാര്യങ്ങളും നോക്കി ഞങ്ങൾ നടന്നു. എൻ്റെ മകൻ നഷ്ടപ്പെട്ടാൽ എൻ്റെ സർവാരോഗ്യം ജീവിതം പോയി. ഞാനിനി ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ജീവിതം ഇങ്ങനെ ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം നീങ്ങി അത്ര മാത്രം. എന്താ ഞാൻ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും നന്ദിപൂർവ്വം എനിക്കൊരു പെര കിട്ടണമെന്ന് വലിയ ഇതുകൊണ്ടല്ല എങ്കിലും കൂടിയിട്ടൊരു ചെറിയ പെര കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താമസിക്കാം. മരണം വരെ ഒന്ന് ജീവിച്ചു പോകണല്ലോ. ഇനി എൻ്റെ മകൻ ചെയ്ത പോലെ എന്തെങ്കിലും ഞാൻ ചെയ്തു പോയി എൻ്റെ ജീവൻ പോയില്ലെങ്കിൽ ഞാൻ പേട്ടില്ലേ. അതാ സാറേ എനിക്ക് ഇത്ര പേടി. ചുമരുകൾ അടർന്നു വീണ് വാതിലുകൾ ഇല്ലാത്തൊരു കൂരയ്ക്ക് കീഴിൽ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ജീവിക്കുകയല്ലാതെ ഈ പ്രാരാബ്ധ ജീവിതങ്ങൾ എന്തു ചെയ്യാൻ? പ്രതീക്ഷകൾ അസ്തമിച്ചുവെങ്കിലും ഈ വൃദ്ധ ദമ്പതികൾ ഓരോ വാതിലുകളും ഇപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടപ്പെട്ട അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ ഇനിയും കാണാതെ പോകരുത് ഇവരുടെ അഭ്യർത്ഥന. സി ന്യൂസ്